ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല കടുത്ത ചൂടാണ് ഇപ്പോൾ. 41 ഡിഗ്രിയൊക്കെയാണ് പാലക്കാട് ചില സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല ചൂട് ഉള്ള സമയമാണ്. ഈ സമയത്ത് നമ്മുടെ വളർത്തു പക്ഷികൾക്ക്, പ്രത്യേകിച്ച് കോഴികൾക്ക്, സഹിക്കാവുന്നതിലും അപ്പുറത്താണ്. അപ്പോൾ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവും അതുപോലെ തന്നെ കോഴികൾക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുക, ചാനലിൽ ഉള്ള വീഡിയോകളൊന്ന് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളിത് ഈ കാണുന്നത് ഒരു കോഴി ഫാമാണ്. എൻ്റെ കോഴി ഫാമാണ്. ഞാൻ കോഴികളെ വളർത്തിയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇതിനകത്ത് കോഴികളില്ല, കാരണം ഫാം റിപ്പയറാണ്. കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് കോഴികളില്ലാത്തത്. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിലും അല്ലെങ്കിൽ ഫാമായാലും ഇതുപോലെ ആ കാണുന്നത് പോലെയുള്ള തകരത്തിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക. അപ്പോൾ വലിയ ഫാമായാലും ചെറിയ കൂടുകളായാലും ശരി, മേൽക്കൂര അധികം ഒരു 90% വരുന്നതും തകരത്തിൻ്റെ ആയിരിക്കും. ഈ തകരത്തിൻ്റെ മേൽക്കൂര ഈ കാണുന്നത് പോലെ നന്നായിട്ട് വെയിലടിക്കുമ്പോൾ നന്നായിട്ട് ചൂടാവും. ആ ചൂട് ഈ ഫാമിൻ്റെയോ അല്ലെങ്കിൽ കൂടിൻ്റെയോ ഉള്ളിലേക്ക് ചൂട് വ്യാപിക്കും. ആ സമയത്ത് ആ താഴെ അതിനുള്ളിലുള്ള കോഴികൾക്ക് ആ ചൂടിൻ്റെ കാഠിന്യം നന്നായിട്ട് അനുഭവപ്പെടും. അതായത് പുറത്ത് ഇറങ്ങി നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഫാമിൻ്റെ ഉള്ളിൽ കോഴികൾക്ക് ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ഫാമുകളിൽ നമ്മൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് ചൂട് നന്നായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഇതുപോലെ ഒരു ഹോസ് നിങ്ങൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഫുള്ള് ഷീറ്റ് നനയുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഷീറ്റിൻ്റെ ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ്. ചൂട് നന്നായിട്ട് കുറഞ്ഞ് ആ ഷീറ്റ് തണുക്കുകയും ആ തണുപ്പ് ഉള്ളിലേക്ക് വരികയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കുക. അതിപ്പോൾ ഇങ്ങനെ തന്നെ പൈപ്പ് വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ. കുറേ വലിയ ഫാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സ്പ്രിങ്ക്ലറൊക്കെ വെച്ച് നനയ്ക്കുന്നത് ഷീറ്റിൻ്റെ ചൂട് കുറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, സ്പ്രിങ്ക്ലറൊന്നും വെക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഷീറ്റ് നന്നായിട്ട് നനയുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ആ ഷീറ്റിൻ്റെ ചൂട് കുറയും, ഷീറ്റിൻ്റെ ഒരു തണുപ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ആ താഴത്തേക്കും അതിൻ്റെ ആ ഒരു തണുപ്പ് ഉള്ളിലേക്ക് അനുഭവപ്പെടും. പിന്നെ ചെയ്യാനുള്ള മറ്റൊരു കാര്യം, ഫാമിൻ്റെ വശങ്ങളിലൂടെ ഇതുപോലെ നനച്ച് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുക. അത് ചെറിയ കൂടായാലും ശരി, വലിയ ഫാമായാലും ശരി, വശങ്ങളിൽ ഇതുപോലെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ, നനവ് ചുറ്റും ഇതേപോലെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള ചൂടിൻ്റെ കാഠിന്യം കുറയും. അതുപോലെ തന്നെ ഈ ചെറിയ ഒരു തണുപ്പ് ഫാമിൻ്റെയോ അല്ലെങ്കിൽ കോഴികളുടെ കൂടിൻ്റെയോ ഉള്ളിലേക്ക് കിട്ടും. അതുപോലെ തന്നെ മനസ്സിലാക്കാമല്ലോ, നമുക്ക് ഈ ഒരു തണുപ്പുള്ളിലേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ ആ ചൂട്, കോഴികൾക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ കാഠിന്യം കുറയാനും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ വലിയ ഫാമുകളിലായാലും ശരി, ചെറിയ ഫാമുകളിലായാലും ശരി, ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ പട്ടയോ അല്ലെങ്കിൽ കവുങ്ങിൻ്റെ പട്ടയൊക്കെ ഇതിൻ്റെ മുകളിൽ വിരിച്ചിടുക. അതായത് ഡയറക്റ്റ് ഷീറ്റിലേക്ക് വെയിലടിക്കാത്ത രീതിയിൽ വിരിച്ചിടുക എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. മഴക്കാലമാകുമ്പോൾ എടുത്ത് മാറണം, ഇല്ലെങ്കിൽ ഷീറ്റ് തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതല്ല, നിങ്ങൾക്കിത് ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ ആ ഷീറ്റിൻ്റെ മുകളിൽ ഇലകളൊക്കെ വീണ് കിടക്കുന്നത് കാണാം. വേനൽക്കാലം ആയതുകൊണ്ട് ഇലകൾ അവിടെ തന്നെ ഇടാം, ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റണമെന്നില്ല. മഴക്കാലം ആകുമ്പോൾ പക്ഷേ അതൊക്കെ എടുത്ത് മാറണമെങ്കിൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പട്ടയോ അല്ലെങ്കിൽ
കവുങ്ങിൻ്റെ പട്ടയൊക്കെ ഇതിന് മുകളിൽ ഇടുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നനച്ചു കൊടുക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമാവും, കുറച്ചും കൂടെ തണുപ്പ് കൂടുതൽ കോഴികൾക്ക് ലഭിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ചെറിയ കൂടുകളിൽ ചെറിയ തരത്തിന് ഷീറ്റൊക്കെ വെച്ചിട്ട് ഉള്ള കൂടുകളാണെന്നുണ്ടെങ്കിൽ മുകളിൽ ചണത്തിൻ്റെ ചാക്ക് വിരിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, ചെറിയ കൂടുകളാണെന്നുണ്ടെങ്കിൽ, ചെറിയ കൂടുകളിലൊക്കെയാണ് കോഴികൾ വളർത്തുന്നത് എന്നുണ്ടെങ്കിൽ കഴിവതും തണലുള്ള സ്ഥലങ്ങളിൽ കോഴിക്കൂടുകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ കോഴിക്കൂടുകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ചൂടിൻ്റെ കാര്യം സംസാരിക്കുന്നതിൻ്റെ ആയതുകൊണ്ട് അതും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത്, നല്ല തണലുള്ള സ്ഥലത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ കോഴികളെ വളർത്താനോ അല്ലെങ്കിൽ കോഴിക്കൂടുകൾ സെറ്റ് ചെയ്യാനോ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണ് എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക. എപ്പോഴും ശുദ്ധമായിട്ടുള്ള വെള്ളം അവർക്ക് ലഭ്യമാക്കുക. പറ്റുമെങ്കിൽ ഒരു ഉച്ച സമയങ്ങളിൽ ഒരു 2 തവണയെങ്കിലും വെള്ളത്തിൽ ചെറിയ ചെറിയ ഐസ് കഷ്ണങ്ങളിട്ട് ആ വെള്ളം തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓപ്പൺ സ്പേസിലൊക്കെ ഇരിക്കുന്ന ടാങ്കുകളോ അല്ലെങ്കിൽ ചെറിയ ബക്കറ്റിലൊക്കെ ആയിരിക്കും ചില ഹൈബ്രിഡ് കോഴികൾ വളർത്തുന്നവരൊക്കെ വെള്ളം നിറക്കിയിട്ടുണ്ടാവുക. അത് നന്നായിട്ട് വെള്ളം ചൂടാവും. ആ ചൂടുള്ള വെള്ളം കോഴികളിലേക്ക് എന്നാൽ അവരത് കുടിക്കില്ല. അപ്പോൾ ആ വെള്ളം ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു ഉച്ച സമയത്തൊക്കെ നല്ല ചൂട് വരുന്ന സമയങ്ങളിൽ 1-2 തവണ ഐസ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നല്ല ചൂടുള്ള വെള്ളമാവും, അത് കോഴികൾ കുടിക്കില്ല. കോഴികൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തീറ്റ എടുക്കുന്നതും കുറയും. അപ്പോൾ തീറ്റ എടുക്കുന്നത് കുറഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാലോ, പിന്നെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് ധാരാളം വെള്ളം ലഭ്യമാക്കുക. വെള്ളം പരമാവധി തണുപ്പ് ഉള്ള രീതിയിലേക്ക് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി പൈസ ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ടാങ്കോ ബക്കറ്റോ എവിടെയാണോ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു തണലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തോ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചണത്തിൻ്റെ ചാക്ക് കൊണ്ട് കവർ ചെയ്ത് ആ ചാക്ക് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുക. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അതിലുള്ള വെള്ളം ചൂടാവാതെ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ വലിയ ബ്രോയിലർ കോഴികളെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ ഫാമുകളിലൊക്കെ ഇപ്പോൾ ഒരു പുതിയ സംഗതി ചെയ്തു വരുന്നുണ്ട് ആളുകൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഷെഡിൻ്റെ മുകളിൽ പുറത്ത് കേട്ടോ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ട് വെള്ളം ഷീറ്റിൻ്റെ മുകളിലേക്ക് വീഴിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിവിടെ കോഴികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വരുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പാണ്. ഇത് ആ പൈപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് കാണാതെ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ വന്ന് വെള്ളം കുടിക്കാനുള്ള വെള്ളം വരുന്ന പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഈ അറ്റത്ത് ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ പേരിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ ഓർമ്മ വരുന്നില്ല. മഞ്ഞ് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇതിനറ്റത്ത് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് ടാപ്പ് തുറന്ന് വിടുക, അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്ന വെള്ളം തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, വെള്ളം ഇതിൻ്റെ അറ്റത്ത് വന്ന് ഇതിപ്പോൾ ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഹോളുകളുള്ളൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഇവിടുന്ന് ഇങ്ങനെ മഞ്ഞ് വരുന്നത് പോലെ വെള്ളം സ്പ്രെഡായിട്ട് ഫാമിനുള്ളിലേക്ക് പരക്കുന്ന ഒരു രീതിയിൽ പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന് പേര് പറയാന്നുള്ളത് എനിക്കറിയില്ല. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൻ്റെ അറ്റത്ത് ഇതിപ്പോൾ ഞാൻ സ്റ്റോപ്പറാണ് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റോപ്പറിന് പകരം ഈ ഫോഗ് വരുന്നത് രീതിയിലുള്ള ഒരു നോസിൽ പോലെ സംഭവം ഇവിടേക്ക് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് പൈപ്പിൻ്റെ വാൾവ് തുറക്കുക. ആ സമയത്ത് ഇവിടെ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഈ ചെറിയ ഹോളിലൂടെ ഇവിടുന്ന് വെള്ളം മൂടൽ മഞ്ഞൊക്കെ വരുന്നത് പോലെ ചെറിയ ഹോളുകളിലൂടെയാണ് വരിക. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് ഫാമിൻ്റെ ഉള്ളിൽ മൊത്തം മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, അതിനെക്കുറിച്ച് അനുഭവമുള്ള ആളുകൾ ആ സംഭവത്തിൻ്റെ പേരും കാര്യങ്ങളും ഒന്ന് ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും.
ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ നനയ്ക്കുന്നതിനെ പറ്റിയും ഇതിൻ്റെ ഫാമിൻ്റെ ഉള്ളിൽ തണുപ്പ് നിർത്തുന്നതിനെ പറ്റിയും ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നനയ്ക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി ചെയ്യാനുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സൈഡിൽ ഇപ്പം ഞാനിതിവിടെ ഒരു ചാക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ ചാക്ക് തൂക്കിയിട്ടിരിക്കുന്നതിന് പകരം ഇതുപോലെ തുണി പോലെയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഇതേപോലെ തൂക്കിയിട്ട് കുറച്ച് കട്ടിയുള്ള സംഭവങ്ങൾ ഇതുപോലെ തൂക്കിയിട്ടിട്ട്, അത് ചെറിയ കുടികൾക്കൊക്കെ പ്രാവർത്തികമാകും കേട്ടോ. കാരണം ഇതുപോലെ വലിയൊരു ഫാമുകളിലൊന്നും അത്രയും വലിയ എക്സ്പെൻസ് കൊടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല. ചെറിയ കൂടുകളുടെ കാര്യമാണ് പറയുന്നത്. കുറച്ച് അകലത്തിൽ കാറ്റ് കിട്ടുന്ന രീതിയിൽ സൈഡിൽ തൂക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ചൂട് അല്ലെങ്കിൽ ആ ഉഷ്ണം ഇങ്ങോട്ട് ഉള്ളിലേക്ക്, കൂടിൻ്റെ ഉള്ളിലേക്ക് കോഴികളെ ബാധിക്കുന്നതിന് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കോഴികളുടെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്ന ആളുകൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്താൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് നിങ്ങളുടെ അറിവ് കൂടെ അവരിലേക്ക് എത്തും. അതുകൊണ്ടാണ് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.